മാർവൽ സൂപ്പർ ഹീറോസ് ഇന്നെത്തിയിരിക്കുന്നത് പുതിയൊരു ക്ലീനിങ്ങിനാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനാണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത്. അങ്ങ് വിദൂരതയിൽ നോക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വന്ന ടാങ്കിനെ പോലെ തന്നെ 2-3 ടാങ്കുകളും കൂടെ എക്സ്ട്രാ നമ്മളിവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു വർക്ക് നീറ്റാണെങ്കിൽ അടുത്ത വർക്ക് നമുക്ക് അവിടെ തന്നെ റെഫറൻസിൽ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് പക്കയായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ പ്ലാനിങ്. ഇപ്പം ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം ഓര് വെള്ളം ആയതിനാൽ നല്ല ചെളി വാൾസിൽ പിടിച്ചിട്ടുണ്ട്. വെള്ളം പിന്നെ പറയണ്ട, വെള്ളം നല്ല ചെളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്കുള്ള പണിയുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനാണ് കസ്റ്റമറുടെ നിർദ്ദേശം. നമ്മുടെ അളിയനുമായിട്ടാണ് വന്നേക്കുന്നത്. ടാങ്കിൽ വെള്ളം ഒരുപാടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ക്ലീൻ ചെയ്യാൻ ഇറങ്ങാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ തുടങ്ങുവാണ്. അത്യാവശ്യം വാൾസിലെല്ലാം നല്ല രീതിക്ക് തന്നെ ചെളിയായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളം ഓര് വെള്ളമാണ്. അടിയിലെ ഫ്ലോറിൽ നല്ലതുപോലെ ചെളി അടിഞ്ഞുകൂടി കിടക്കുമായിരുന്നു. ഞാൻ ചവിട്ടും തോറും പുതച്ചിൽ ചവിട്ടുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. വാൾസിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു തന്നെ കൈവച്ച് തേച്ചപ്പോൾ തന്നെ ഒരുപാട് അഴുക്കുകൾ ഇളകി പോയിട്ടുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ പോയാൽ പോരല്ലോ, നമുക്ക് ഫുൾ ഡീപ്പ് ക്ലീനിങ്ങാണ് വേണ്ടത്. അതുകൊണ്ട് വെള്ളം എടുത്ത് കളഞ്ഞെടുത്ത ചെളിയാണിത്. വെള്ളം ഇവിടെ കളയുന്നെങ്കിലും റൂഫും നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്തിട്ട് കൊടുത്തിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അവസ്ഥ. ഫുള്ള് ചെളി നമ്മൾ നല്ല ഡീപ്പ് ക്ലീനാക്കി എല്ലാം പുറത്തേക്ക് കളയുകയാണ്. ഇനി ഇതിൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ എടുക്കളെ. അത്യാവശ്യം കഷ്ടപ്പെട്ടു നീറ്റാക്കാൻ വേണ്ടി. കഷ്ടപ്പെടാതെ ഒന്നിനും റിസൾട്ട് കിട്ടില്ലല്ലോ. നമ്മളെന്തുമാത്രം കഷ്ടപ്പെടുന്നു അതിനു വേണ്ടി അതിൻ്റെ റിസൾട്ട് കിട്ടും. എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാവുന്നു അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അവസ്ഥ. അത്യാവശ്യം ചെളിയെല്ലാം അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി, മനസ്സിനൊരു സംതൃപ്തിയുണ്ട്. വെള്ളമെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അടിയിൽ കണ്ട ചെളിയാണിത്. അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയായി കിടന്ന ടാങ്കായിരുന്നു. ഫുള്ള് ഡീപ്പ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് മോട്ടർ അടിച്ച് നോക്കാം. കഷ്ടകാലം എന്ന് പറയട്ടെ, അടിച്ചു കയറി വന്ന വെള്ളം വീണ്ടും ചെളി വെള്ളം. ഫിൽറ്റർ വെച്ചേ മതിയാവുള്ളൂ. ഫിൽറ്ററിന് വെച്ചതിന് ശേഷം ഒരു വരക്കം കൂടെ നമ്മൾ വരേണ്ടി വരും. മാർവൽ ക്ലീനിങ് സർവീസിൻ്റെ ശേഷം ഇനി എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആയിരിക്കുമെന്ന് കസ്റ്റമറിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോട്ടർ അടിച്ച വെള്ളം മുഴുവനായി നമ്മൾ നീക്കം ചെയ്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റായിട്ടൊന്ന് മോട്ടർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇനി വരുന്നത് ചെളിവെള്ളമാണെങ്കിലും ഫിൽറ്റർ വെച്ചതിന് ശേഷം വൺസ് അപ്പോൺ എ ടൈം വീണ്ടും അതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങേണ്ടി വരും. എത്ര ക്ലീൻ ചെയ്താലും ചോരുവെള്ളമാണെങ്കിൽ വീണ്ടും അഴുക്കായിക്കൊണ്ടിരിക്കും. ഇതാണ് വീണ്ടും വർക്ക്.